ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്റ്റിച്ചിങ് ടിപ്പാണ് കേട്ടോ. നമ്മൾ ചില സിന്തറ്റിക് മെറ്റീരിയൽസൊക്കെ ചുരിദാർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വാഷിങ്ങും അയണിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ടൈറ്റായിട്ട് തോന്നാറില്ലേ? അത് എല്ലാ മെറ്റീരിയലും വാഷിങ്ങിൽ വരുന്ന ഷ്രിങ്കേജ് അല്ല കേട്ടോ. ചില മെറ്റീരിയൽസ് അയണിങ്ങിൽ വരുന്ന ഷ്രിങ്കേജ് ഉണ്ട്. അത് നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്ത് പോവില്ല, പക്ഷേ അയൺ ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്ത് പോകും. അതുകൊണ്ടാണ് നമ്മൾ ചില ചുരിദാറുകളൊക്കെ അയൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ കണ്ടോ, സ്റ്റീം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റീരിയൽ വലിഞ്ഞ് ഷ്രിങ്ക് ചെയ്യണ ആ വീഡിയോയിൽ കറക്റ്റ് കാണാൻ പറ്റും, ഷ്രിങ്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽസ് അത് കോട്ടനും സിന്തറ്റിക്കും കൂടെ മിക്സ് വരുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. അത് നമ്മൾ സ്റ്റിച്ചിങ്ങിന് മുന്നേ തന്നെ അയൺ ചെയ്ത് അതിൻ്റെ ഷ്രിങ്കേജ് മുഴുവൻ കളഞ്ഞിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എത്ര ഉപയോഗിച്ചാലും എത്ര അയൺ ചെയ്താലും അത് പിന്നെ ഷ്രിങ്കേജ് വരില്ല, നമുക്ക് ടൈറ്റ് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ആ മെറ്റീരിയൽ മുഴുവൻ സ്റ്റീം പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഷ്രിങ്ക് ചെയ്ത് പോകണമുണ്ടോ, അത് അതിൻ്റെ ഷ്രിങ്കേജ് മുഴുവൻ പോകുന്നതാണ് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും അയണിങ്ങിന് മുന്നേ മെറ്റീരിയൽ വിഡ്ത്ത് ഒരു 42 ഇഞ്ചസോളം ഉണ്ടായിരുന്നു. അത് അയൺ ചെയ്ത് കഴിയുമ്പോൾ 37 അത്രയൊക്കെ ആയിട്ട് കുറയും. അപ്പോൾ അത്രയും ഇഞ്ചസ് നമ്മൾ ഷ്രിങ്കേജ് ഇതിൽ പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും സ്റ്റിച്ചിങ്ങിന് മുന്നേ നല്ലോണം സ്റ്റീം പ്രസ് ചെയ്ത് അതിൻ്റെ ഷ്രിങ്കേജ് കളഞ്ഞിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഓക്കെ, ബൈ.